ചാപ്റ്റർ ഉണ്ട് അല്ലെ? ഏതാണ് ചാപ്റ്ററിന്റെ പേര്? പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? ആ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ടും നമ്മളോട് പറയുന്നത് എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കാം, എങ്ങനെ ഏരിയ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ മിസ് എന്ന് പറയാൻ പോകുന്നത് പെരിമീറ്റർ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഒരു ഇക്വേഷനോ ഒന്നും നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, ഒരു ഇക്വേഷനോ ഒന്നും അറിയാതെ തന്നെ പെരിമീറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്ന പേര് കേട്ടാൽ തന്നെ എന്റെ കുട്ടികളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട സാധനം ടോട്ടൽ ബൗണ്ടറി ലെങ്ത്, ചുറ്റും ഉള്ള അളവ്, ബൗണ്ടറിയുടെ ലെങ്ത്, ബൗണ്ടറിയുടെ നീളം. ഇതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, എന്റെ കയ്യിൽ ഒരു ഫോൺ ഇരിപ്പുണ്ട് അല്ലെ? ഈ ഫോണിന്റെ ഈ ബൗണ്ടറിയുടെ നീളം, ഈ ചുറ്റുള്ള ഈ ബൗണ്ടറിയുടെ നീളം ഞാൻ അളന്ന് കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും? അതാണ് ഈ ഫോണിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി വേറെ രീതിയിൽ സിമ്പിൾ ആയിട്ട് പറയാം, ഈ ഫോൺ എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചു? ഫോണിന്റെ ചുറ്റും ഒരു ലേസ് പിടിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരു ചുവപ്പ് കളറുള്ള ലേസ് ഈ ഫോണിന് ചുറ്റും പിടിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ലേസിന്റെ നീളം എത്രയാണ്? അതാണ് എന്ത് എന്ന് പറയുന്നത്? പെരിമീറ്റർ, ബൗണ്ടറി ലൈൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്ന ഏതാ? ഈ മിസ് ഈ പോകുന്ന ഈ ചുവപ്പ് ലൈന് കണ്ടോ? ഈ ചുവപ്പ് ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. ബൗണ്ടറിയുടെ ലെങ്ത്. അതായത് ഇവിടെ നിന്ന് ഞാൻ തുടങ്ങുവാണെങ്കിൽ ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം, ഇതാണ് പെരിമീറ്റർ. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഗാർഡൻ കാണുന്നുണ്ടോ? ഇതിലെ ചോദ്യങ്ങൾ വരെ എങ്ങനെയാണ്? ഗാർഡന് ഫെൻസ് ചെയ്യാൻ പോകുന്നു, അപ്പൊ എത്ര നീളം വേണം എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പൊ ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഫെൻസിങ് എന്നൊക്കെ ചോദിക്കുന്നത് ഇതിന് ചുറ്റുള്ള നീളം എത്രയാണ്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് കാണണം. അപ്പൊ നീളം തന്നിട്ടുണ്ട്, ഇത് 20 മീറ്റർ, ഇത് 10 മീറ്റർ. റെഡി? ഇത് റെക്ടാംഗിൾ ഷേപ്പ് ആണ് അല്ലെ? ഇതൊരു റെക്ടാംഗിൾ ഷേപ്പ് ആണ്. റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും 20, ഇവിടെ 10 ആവുമ്പോൾ ഇവിടെയും 10. അപ്പൊ എല്ലാ സൈഡിന്റെ നീളം കിട്ടിയല്ലോ. പെരിമീറ്റർ കാണാം. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 20 പ്ലസ് ഈ നീളം 20 പ്ലസ് 10 പ്ലസ് 20 പ്ലസ് 10 എത്രയായി? 20 10 30 പ്ലസ് 30 60 മീറ്റർ. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ എല്ലാത്തിനും ഇതുപോലെ ചെയ്താൽ മതിയോ? മതി. ഇനി ഈ ഒരു സാധനത്തിന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. വേണേ നിങ്ങൾ അതുകൂടെ ഒന്ന് ആലോചിച്ച് ചോദിച്ചോ. 2 × 10 പ്ലസ് 20, അതായത് 2 × 30 60. അപ്പൊ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു റെക്ടാംഗിളിന്റെ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അതായത് നീളം ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുന്നു, പിന്നെയും ആഡ് ചെയ്യുന്നു, 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. അതിന് നമ്മൾ പകരം എന്ത് ചെയ്യും? 2 × L പ്ലസ് ബി എന്ന് എഴുതും. 2 × L പ്ലസ് ബി. ഇതാണ് പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ. സിമ്പിളാണ്. അപ്പൊ ഇത് തന്നെ മതിയോ മിസ് എല്ലാത്തിനും എന്ന് ചോദിച്ചാൽ ഈ ഒരു കൺസെപ്റ്റ് മതി. ഈ ഒരു സാധനം ക്ലിയർ ആയല്ലോ, അത് മതി. ഇവിടെ നോക്കിയേ, ഒരു സ്ക്വയർ കാണാൻ പറ്റുന്നില്ലേ? ഈ സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? എല്ലാ വശങ്ങളും തുല്യമാണ്. ഇവിടെ നോക്കിയേ, 4 സെന്റിമീറ്റർ ആണ് എല്ലാ വശങ്ങളും. ഇതൊരു സമചതുര സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? 4 സൈഡും 4 സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കാണും? പെരിമീറ്റർ എന്തായിരിക്കും? 4 സൈഡും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ നോക്കി, ആദ്യം ഈ 4 ആഡ് ചെയ്യുന്നു. 4 പ്ലസ് 4 പ്ലസ് 4 പ്ലസ് 4 അല്ലേ? അപ്പൊ എത്ര വരും? 4 ടൈംസ് 4 ആഡ് ചെയ്തു, 16 സെന്റിമീറ്റർ. അപ്പൊ ഇതൊരു ഇക്വേഷൻ ആക്കി പറയുവാണെങ്കിലോ, ഇതിന്റെ ഇക്വേഷൻ ആക്കി നമ്മൾ എങ്ങനെ പറയും? ഇത് A സെന്റിമീറ്റർ ആണ്. 4 സൈഡിന്റെ നീളം എന്ന് പറയുന്നത് A സെന്റിമീറ്റർ ആണ്. A.
എത്രയാവാം. അപ്പം ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡ് ലെങ്ത്, അതായത് 4 ഇൻറ്റു എ, 4a. ഇതാണ് സ്ക്വയറിന്റെ കേസിൽ വരുന്നത്. സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4 ഇൻറ്റു എ. ഇനി അബദ്ധവശാ നിങ്ങൾ ഇത് മറന്നുപോയി, നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി നിങ്ങൾ വേണ്ടാന്ന് വെച്ചാലും പെരിമീറ്റർ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ മിസ്സാക്കത്തില്ല. കാരണം നിങ്ങൾക്കത് അറിയാം. ഈ സൈഡ് ലെങ്ത്, ഈ ഇക്വേഷൻ നിങ്ങൾ മറന്നുപോയി, ഒരു പ്രശ്നവുമില്ല മിസ്സേ, ഞങ്ങൾ ഈ 4 സൈഡും തമ്മിൽ കൂട്ടി എഴുതും. ഇനിയാണ് ഒരാളിവിടെ പഠിക്കാനുള്ളത് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ കേസ് നോക്കിയേ. ഒരു സൈഡ് 3 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ. 3 സൈഡുകൾ തന്നിട്ട് പെരിമീറ്റർ എന്തായിരിക്കും? പെരിമീറ്റർ എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല. എന്റെ മക്കൾ എന്ത് ചെയ്യാ, ഇതിന്റെ പെരിമീറ്റർ എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കമന്റ് ആയിട്ട് താഴെ പറയാ. ഓക്കെ, എനിക്ക് ഉറപ്പാണ് എല്ലാവരും കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ പറയുമെന്ന്. കാരണം പെരിമീറ്റർ എന്താണ് എന്ന് മനസ്സിലായ കുട്ടികൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഇതിന്റെ പെരിമീറ്റർ പറയും. പിന്നെ ഉള്ളൊരു കാര്യം, ഇതിന് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. നമ്മുടെ പെരിമീറ്റർ എന്താ എന്ന് അറിഞ്ഞാൽ തന്നെ ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ പെരിമീറ്റർ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.